മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി എൽസ്റ്റൺ ഭൂമി ഔദ്യോഗികമായി ഏറ്റെടുത്ത സർക്കാർ. ജില്ലാ കളക്ടർ ഡോക്ടർ മേഘശ്രീ എസ്റ്റേറ്റ് ഭൂമിയിൽ നോട്ടീസ് പതിച്ചു. നാളെ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് കളക്ടർ. ബഹുമാനപ്പെട്ട കോടതിയുടെ ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു. 17 കോടി 70 ലാക്ക് സംതിങ് നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയുടെ രജിസ്ട്രിയിൽ കട്ടിവെച്ചിട്ട് ഭൂമി ഫിസിക്കൽ പൊസിഷൻ എടുക്കാനുള്ള നിർദ്ദേശനം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത്ര പൈസ ഇന്ന കോടതിയിൽ കട്ടിവെച്ചിട്ട് ഫിസിക്കൽ പൊസിഷൻ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടീസാണ് നമ്മളിവിടെ ഒട്ടിച്ചത്. തത്കാലം നമുക്ക് ഫിസിക്കൽ പൊസിഷൻ കിട്ടിയത് കൊണ്ട് നാളെ മുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു തടസ്സമില്ല. സുരജിത്ത് ഇപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുരജിത്ത്, ഉച്ചയ്ക്ക് കോടതി വിധി വരുന്നു, വൈകിട്ടോടെ അധിക തുക കെട്ടിവെക്കുന്നു, രാത്രിയോടെ ബോർഡ് സ്ഥാപിക്കുന്നു. അതിവേഗം പുനരധിവാസ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു അല്ലേ? തീർച്ചയായും ഗോകുൽ, അതിവേഗത്തിൽ തന്നെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. രാത്രി ട്രഷറി തുറന്ന് തുക പിൻവലിച്ച് വേഗത്തിൽ തന്നെ ആ നടപടി പൂർത്തിയാക്കി 17 കോടി രൂപ കൂടി അധികമായി കെട്ടിവെക്കുന്ന ആ ഒരു ഉത്തരവ് വന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടപടി വേഗത്തിലാക്കിയത്. ജില്ലാ കളക്ടർ DR മേഘശ്രീ, ADM ദേവകി, ഒപ്പം മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ അജീഷ് ഉൾപ്പെടെയുള്ളവർ, അതായത് ഒരു ഉദ്യോഗസ്ഥ വൃന്ദം മൊത്തം ഈ സംവിധാനത്തിന് വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെല്ലാവരും ചേർന്ന് ഇന്ന് അല്പസമയം മുമ്പാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഇത് ഏറ്റെടുത്തതായുള്ള പ്രഖ്യാപനം നടത്തുന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. 26 കോടി രൂപ നേരത്തെ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ അക്കൗണ്ടിൽ നേരത്തെ കെട്ടിവെച്ചിരുന്നു. ഇത് കൂടാതെ ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് 17.77 കോടി രൂപയാണ് ഹൈക്കോടതിയിൽ കെട്ടിവെക്കാൻ ഉത്തരവിട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന ഹൈക്കോടതിയിൽ ഈ തുക കെട്ടിവെച്ചത്, ഭൂമി ഏറ്റെടുത്തത്. കൽപ്പറ്റ വില്ലേജ് ബ്ലോക്കിലെ 19 റീസർവേ നമ്പറിൽ ഉൾപ്പെട്ട 88-ൽ 64 ഹെക്ടർ ഭൂമിയാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തായുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ ഏറ്റെടുക്കൽ നടപടിക്ക് സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള GO അരുൺ, അതോടൊപ്പം തന്നെ ADM ദേവകി, തഹസിൽദാർമാർ, റവന്യൂ ട്രഷറി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരും തന്നെ രാത്രി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഇനിയും വ്യവഹാര നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരം സാധ്യതകളെ അടച്ചുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ തന്നെ നടപടിയിലേക്ക് കടന്നത്. എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടേക്ക് എത്തി ആ നടപടിയിലേക്ക് ലേബർ സൊസൈറ്റി അധികൃതർ കടക്കുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, സുരജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിലേക്ക് അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ.